ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്താ എല്ലാവർക്കും സുഖമല്ലേ? എന്റെ ഈ ഒരു മിനി വ്ലോഗ് ഫുൾ ആയിട്ടിരുന്ന് കാണാൻ വേണ്ടി നോക്കണേ. ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. എന്താ പറയാ, ഉച്ച വരെയുള്ള ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലഞ്ച് പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. അപ്പൊ ആ ഒരു അത്രയും കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് തന്നെ ചെമ്മീൻ തലേദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നോണ്ടാണ്. നമ്മള് അമ്മയുടെ അടുത്ത് പോയപ്പോഴത്തേക്കും കുറച്ച് ചെമ്മീൻ തന്നിട്ടുണ്ടായിട്ടാ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ നിശ്ചയം പോയിട്ട് വീട്ടിലോട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിട്ടാ. ബിരിയാണി കിറ്റും അതുപോലെ മുട്ട, ബീഫ്, പിന്നെ പച്ചക്കറികൾ, അങ്ങനെ എല്ലാം ചേമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ കണ്ടത് ഈ ഇത്രയും ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു പ്ലാൻ തന്നെ ചെയ്തത് കേട്ടാ. അപ്പൊ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്തെല്ലാം കൊടുക്കട്ടെ കേട്ടാ. എന്തായാലും എനിക്കിതെല്ലാം അടുപ്പിച്ച് കൊടുത്താൽ മാത്രം മതി, ബാക്കിയൊക്കെ ഇച്ചായം കൈകാര്യം ചെയ്തോളും. ഇത് പ്രത്യേകിച്ച് ബിരിയാണി പരിപാടിയൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതുവരെ ബിരിയാണി ഒന്നും വെച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് പൊട്ടായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കുളമായി പോയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ ഇത്രയും സാധനങ്ങൾ നശിപ്പിക്കണമെന്ന് ഓർത്തിട്ടാണ് ഞാനൊരു പരീക്ഷണം നടത്താത്തത്. കാരണം ഇച്ചായൻ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വെക്കും. ഇച്ചായൻ സൂപ്പറായിട്ട് വെക്കും കേട്ടാ. ഞാൻ പൊക്കി പറഞ്ഞല്ല, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഉണ്ടാക്കിയിട്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു ബിരിയാണി മിക്സിന്റെ കിറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഈ സാധനം വാങ്ങാറേ ഇല്ല. ഇത് വാങ്ങിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുമില്ല കേട്ടാ. മറ്റേത് നമ്മള് അരി വേറെ, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കുക ചെയ്യണത്. ഇത് അരി കുറച്ച് എന്താ പറയാ, വേകാത്ത പോലെ എനിക്ക് തോന്നി കേട്ടാ. എന്ന് വെച്ചാ ഒരു ക്വാളിറ്റിയുള്ള അരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടാ. കാരണം എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ ഒരു മിക്സ്, ഈ ഒരു കിറ്റായിട്ട് വാങ്ങിയപ്പോഴത്തേക്കും. നമ്മൾ സെപ്പറേറ്റ് അരി വാങ്ങിയുമ്പോഴത്തേക്കും സൂപ്പറാണ്, അരി നന്നായിട്ട് കറക്റ്റ് വേവൊക്കെ കിട്ടും നമുക്ക്, നന്നായിട്ടൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് ഇത്തിരി അരി വേകാത്ത പോലെ എനിക്ക് തോന്നിയിട്ടാ, കുറെ നേരം നമ്മൾ കുക്ക് ചെയ്തിട്ട് പോലും. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ആ ഒരു പാക്കറ്റിന്റെ അകത്ത് വരുന്നത്. ഇത് ഈ ഒരു കുഞ്ഞു പാക്കറ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് മേക്കർ എന്നാണ് ഇതിൽ കൊടുത്തേക്കണത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റേ എസെൻസ് ഇല്ലേ, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ബിരിയാണിയിൽ ഇടുന്ന എസെൻസ്. പക്ഷെ അത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, ഡാൽഡ, പിന്നെ ചെറിയൊരു പാക്കറ്റ് നെയ്യ്, ചെറിയൊരു അച്ചാറിന്റെ പാക്കറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായേ. അപ്പൊ അങ്ങനെ എന്തായാലും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. കാരണം എല്ലാം അടുപ്പിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ ചെമ്മിനൊക്കെ കിള്ളി കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുടിക്കാനായിട്ട് സോഡ നാരങ്ങ ഉണ്ടാക്കി തന്നിട്ടുണ്ടായി കേട്ടാ. അപ്പൊ ഞാൻ അതൊക്കെ കുടിച്ചതിന് ശേഷം ഇനി അരിയൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെമ്മീനും കിള്ളാനുണ്ടെങ്കിലും അതുപോലെ മീൻ വെട്ടാനുണ്ടെങ്കിലൊക്കെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഒന്നും ചെയ്യത്തില്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളിക്കുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ നാറാനുള്ളതല്ലേന്ന് ഓർത്തിട്ടാണ്. ചെമ്മീനെ കിളി കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും, അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടേ കുളിക്കുള്ളേ. അപ്പൊ അങ്ങനെ അരിയൊക്കെ കഴുകി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉള്ളിയല്ല സവാളയൊക്കെ ഒന്ന് പൊളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇച്ചായൻ തന്നെ കട്ട് ചെയ്യും. ഇച്ചായന് കട്ട് ചെയ്യണത് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനതെല്ലാം ഒന്ന് പൊളിച്ചൊന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി. ആള് തന്നെ നന്നായിട്ട് അരിഞ്ഞൊക്കെ എടുത്തോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് ഇച്ചായൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു ഗ്യാപ്പിൽ പോയി കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും ഇച്ചായൻ ഈ ഒരു ചെമ്മീനൊക്കെ ഒന്ന് റോസ്റ്റ് ആക്കി വെക്കോട്ടെ. ഇപ്പൊ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇച്ചായൻ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായേ. അപ്പൊ ഇനി റൈസും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടാ. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആവുക. എനിക്ക് ബിരിയാണികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഞാൻ എവിടെ പോയാലും ഓർഡർ ചെയ്യുള്ളൂ. ഇച്ചായനാണെങ്കിൽ ബീഫിന്റെ ബിരിയാണിയാണ് ഇഷ്ടം. എനിക്ക് ബീഫ് ബിരിയാണിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ കുറെ ആൾക്കാർക്ക് ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം. എനിക്ക് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ചിക്കനാണ് താല്പര്യം കൂടുതൽ. പിന്നെ ചെമ്മീൻ ബിരിയാണി, ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ. അതെന്തോ എന്ത് മീനാണെന്ന് ഞാനിപ്പോ ഓർക്കണില്ല. നമ്മുടെ തൊമ്പടി നാട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല കിടില മറന്നു. പക്ഷെ എനിക്ക് എന്തൊക്കെ കഴിച്ചാലും ചിക്കൻ ബിരിയാണി കഴിച്ചാലും ഒരു തൃപ്തി വരുള്ളൂ. അത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ഇച്ചായന് ഇപ്പൊ ചിക്കൻ ബിരിയാണി അല്ല, ഫിഷ് ബിരിയാണി അല്ല, എന്ത് ബിരിയാണി കൊടുത്താലും ഇച്ചായന് ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം. അതുപോലെ തന്നെ എനിക്ക് ചിക്കനും. അപ്പൊ നിങ്ങൾക്ക് ഏത് ബിരിയാണിയാണ് ഇഷ്ടം എന്നുള്ളത് കമന്റിൽ പറയാൻ വേണ്ടി മറന്നു പോരുതേ. ഇപ്പൊ നമ്മള് ഇതൊക്കെ ഉണ്ടാക്കണ ഗ്യാപ്പില് ബബി മുറ്റത്ത് നല്ലോണം കളിയാറുന്നുണ്ട്. അപ്പൊ ഞാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും വലിയ ആളെ വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ച് അടുക്കളയിൽ ഇരുത്തണമെങ്കിൽ അവൻ ഫുൾ അലമ്പാക്കും. അതുകൊണ്ട് അവൻ
പുറത്ത് കളിക്കണായിരുന്നു കേട്ടാ. അപ്പൊ അവനെ ഞാൻ വിളിച്ചിട്ട് വന്നിട്ടുണ്ടേ. അപ്പൊ ഏകദേശം ഇച്ചായൻ റൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇനി ഇതൊന്ന് എന്താ പറയാ, ദം ചെയ്യൂലേ, ദം അത്ര കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ദമ്മിടുന്ന പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ ഇച്ചായൻ. ഇതെങ്ങനെ ഫസ്റ്റ് ലെയർ, പിന്നെ സവാള വറുത്തത്, പിന്നെ കുറച്ച് റൈസ്, അങ്ങനെ അങ്ങനെയൊക്കെ ഇടൂലേ, ആ ഒരു സംഭവം. അത്ര വലിയ മാരകമായിട്ടൊന്നും ദമ്മിടാനായിട്ടുള്ള അത്രയും കറികളും ഒന്നും ഇല്ലല്ലോ. അതായത് കുറച്ചല്ലേ ഉള്ളൂ ചെമ്മീൻ റോസ്റ്റ് ഒക്കെ. നമുക്ക് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാനും മാത്രമുള്ള കറി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിന് എന്തായി കാണിക്കാന്ന് അറിയുന്നത്, ഈ ഒരു കുമ്മട്ടി കിട്ടിക്കഴിഞ്ഞാലേ പിച്ചി ചീന്തും. ഭയങ്കര ഇഷ്ടമുണ്ട് ഭാവിക്ക്, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്മട്ടി. അത് നമ്മൾ എത്ര 3 നേരവും കൊടുത്താലും അവൻ അത് കഴിച്ചോണ്ടിരുന്നോളും. ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് വാട്ടർമെലൺ, ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ചെമ്മീൻ റോസ്റ്റും ബിരിയാണി റൈസും പിന്നെ സലാഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇത് കിച്ചാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത്രയും വലിയ പണിയൊന്നുമില്ല, നല്ല ഫാസ്റ്റ് ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി തന്നോളൂ കേട്ടാ.